വരുന്നു വരുന്നു. അല്ല, നീ ഇതെവിടുന്ന വരുന്നേ? അത് ഇനി നട്ട പാതിരക്ക് ബെല്ലടിച്ച പേടിച്ചിട്ട് അപ്പുറത്തു കൂടി വന്നതാ, വല്ല കള്ളനാണോ നോക്കാൻ വേണ്ടിട്ട്. നമ്മുടെ മോളല്ലേ, നീ ഇവിടെ ഇങ്ങോട്ട് പോയതാ? മനസ്സിലായി മനസ്സിലായി, നീ അവളും കൂടി ജോഗിങ്ങിന് പോയോ? അവള് തളർന്നപ്പോ കിടന്ന് ഉറങ്ങിയതാണോ? നിന്റെ ഒരു കാര്യം. എന്താടി നീ എന്തിനാടി എന്നെ തല്ലിയ? നീ എന്താ ചന്ദ്രമുഖി പറയുന്നേ? എന്ത് ബോധം കേട്ട് കിടക്കാൻ? എവിടെ? എന്നാ നിനക്ക് എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നോ? അത് പിന്നെ നിനക്ക് അറിയാലോ, എനിക്ക് ഉറക്കം വന്നാ പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ലാന്ന്. ഒരു തെറ്റ് പറ്റിപ്പോയി, നീ ക്ഷമിക്ക്. വാ, അകത്തേക്ക് കയറാം, മോൾ അവിടെ കിടത്താം. അവൾ ഉറങ്ങിക്കോളും, നീ വന്നേ, നമുക്ക് അപ്പുറത്തെ മുറിയിൽ പോയി കിടക്കാം. പറയുന്നത് കേക്ക് ചന്ദ്രമുഖി, അവൾ ഉറങ്ങിക്കോളും. ശരി ശരി, നീ എന്നാ വേഗം കിടക്കാൻ നോക്ക്, സമയം കുറയായി. എന്റെ എല്ലാ പ്ലാനും തകർന്നു. എന്നെ എന്റെ അമ്മയും ജീവിക്കാൻ സമ്മതിക്കാത്ത ഈ ലോകത്ത് ആരെയും ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവളുടെ ശരീരത്ത് കയറി തന്നെ എല്ലാവരോടും ഞാൻ പ്രതികാരം ചെയ്യും. ഈ നീലി ആരാന്ന് എല്ലാവരും അറിയാൻ പോകുന്നേ ഉള്ളൂ. എന്റെ ദൈവമേ, ആ കുരുട്ടി ചുക്കിയെ സമ്മതിക്കണം. ഒരു നേരം പോലെ എന്നെ വെറുതെ നിൽക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെ ഈ കുപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കണം, അല്ലാതെ എനിക്കൊരു വഴിയില്ല. എന്ന് മാത്രമേ എനിക്ക് എല്ലാവരെയും എല്ലാം അറിയിക്കാൻ പറ്റൂ. ഇവളെല്ലാം നശിപ്പിച്ച് കൂട്ടുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം. ഈ ചേച്ചിനെ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കാം, ഇവിടെ എഴുന്നേൽക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ അവൾ കിടന്നുറങ്ങിയ പോത്ത് കിടന്നുറങ്ങുന്നതിന് ഓർമ്മ. എത്ര നേരം ഞാൻ വിളിക്കുന്നു. ഇനിയൊക്കെ ഇവിടെ എങ്ങാൻ എടുത്തിട്ട് അവള് വേറെ വീട്ടിലേക്ക് പോയോ? ഹാവു, അങ്ങനെയായിരുന്നു ഞാൻ രക്ഷപ്പെട്ടേനെ. പക്ഷേ കുപ്പിയിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ഒന്നല്ലോ, ഞാൻ വിചാരിച്ചു നീ മനസ്സ് മടുത്ത് വേറെ എങ്ങോട്ടെങ്കിലും പോയിന്ന്. ഞാൻ അങ്ങനെയൊന്നും നിന്നെയും നിന്റെ കുടുംബത്തെയും വിട്ടു പോവില്ല. ഓ, ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്തിട്ടാ? നിനക്ക് വേറെ എവിടേക്കെങ്കിലും പോയിക്കൂടെ? എനിക്ക് കുപ്പിയുടെ ഉള്ളിൽ കിടന്ന് മടുത്തു. എന്നാ നിനക്ക് ഞാൻ കടല് കാണിച്ചു തന്നാലോ? കടല് കാണാനല്ല, നിന്നെ ഈ കുപ്പിയോടെ കടലിലേക്ക് എറിയാൻ. എനിക്ക് കടല് കാണണ്ട. നീ എവിടെ? ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, അമ്മ അവൾക്കൊരു സമാധാനവും കൊടുക്കുന്നില്ല. ഇന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് നീ കുപ്പിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കണം. എങ്ങനെ എന്താണെന്നൊന്നും എനിക്കറിയില്ല, കേട്ടല്ലോ? എങ്ങനെയെങ്കിലും കുപ്പി താഴെ കാണാം, എന്നാൽ മാത്രമേ കുപ്പി താഴെ വീണ് പൊട്ടു. എന്നാ എനിക്ക് രക്ഷപ്പെടാം. ഞാനിതാ പോകുന്നേ. രാവിലെ തന്നെ നല്ല പാട്ടിലാണല്ലോ. അടി, നല്ല ഹാപ്പിയില്ല. ഇന്നെ ചുക്കിമോൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പോയാ ഞാൻ. അല്ല, കോളേജ് ഹോസ്റ്റലിൽ നിന്ന് അവളോ വന്നതല്ല ഞാനോ? എനിക്ക് നല്ല സംശയമുണ്ടേ. അതിനെ നീ കഴിച്ചോ? അമ്മയ്ക്ക് ഈയിടെയായിട്ട് ചെറിയ മോളോട് കുറച്ച് സ്നേഹം കൂടുന്നുണ്ട്, ഞാൻ കാണുന്നില്ല എന്ന് വിചാരിക്കണ്ട. അവൾക്ക് വയ്യാത്തത് നീ കാണുന്നില്ല അഞ്ചു.
ഓ ഓ, ഓ, ആ ഒരു പേരുണ്ടല്ലോ ഇപ്പൊ. അഞ്ചുമോളെ നീ ഒന്ന് അടിച്ചു വരടി, അമ്മയ്ക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. എന്തിനാടി മോളെ ഒന്ന് അടിച്ചു വരടി? അമ്മ എനിക്കൊന്ന് വയ്യ, എനിക്ക് നല്ല ക്ഷീണുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ അമ്മേ. ഒരു പണി പറഞ്ഞാൽ നീ ഒന്നും ചെയ്യരുത് കേട്ടോ. അമ്മ തുടങ്ങി ഈ മെല്ലെ സ്കൂട്ടാകുന്നത് നല്ലത്. ഞാൻ ഉണ്ടല്ലോ ഇവിടെ, എന്തിനാ വേറൊരാള് എല്ലാ പണിയും ചെയ്യും? ചന്ദ്രമുഖിയുണ്ട്, ചന്ദ്രമുഖിയുടെ പാരി ഒരു ആവശ്യമില്ല. ഞാൻ കിടന്നു പോകുമ്പോൾ മനസ്സിലാവും എല്ലാത്തിനും. ഒന്ന് അടിച്ചു വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കൂല. എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ എവിടെയെങ്കിലും ഇരിക്കട്ടെ, എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും. എന്റെ ദൈവമേ, പണി എടുത്തെടുത്ത് മടുത്തു മനുഷ്യൻ. നോക്കിക്കോ, അവറ്റകൾ കിടന്നത് വരെ മടക്കി വെച്ചിട്ടുണ്ട്. അവനെ ഞാനൊന്ന് പോയി നോക്കട്ടെ, ഇത് കാണിച്ചു കൊടുക്കാൻ. ഒരു പണി അവൾ എടുക്കില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യാനാ? ഇങ്ങനെ രണ്ട നായ്പോയല്ലേ എനിക്കുണ്ടായത്. അയ്യോ, എന്റെ ദൈവമേ, ഉറങ്ങുന്നത് കണ്ടില്ലേ? സമയം എത്രയായിന്ന് വിചാരം. അമ്മ, അമ്മേ, ഒന്നിനെ രക്ഷിക്കമ്മേ. ഇടക്കുന്ന കിടപ്പുണ്ടില്ല, നീയൊക്കെ പഠിച്ചോളടി. നീ നോക്കിക്കോ, ഇവളെയൊക്കെ കെട്ടിച്ചു വിട്ട് എന്താ ചെയ്യാൻ നമുക്ക് നോക്കാലോ. മാമി, കസേരയുടെ അടിയിൽ അടിച്ചു വാരി. അമ്മേ വാ. ഇതിന്റെ അടിയിൽ അടിച്ചു വരാനുണ്ടല്ലോ, നടുവേദനയായിട്ടാണ് കുനിയാനും വയ്യ. അമ്മേ ഒന്നിങ്ങോട്ട് വാ, അമ്മ ഇവിടെ അടിക്ക്. Thank you.